വഖഫ് നിയമ ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. ബില്ലിനെ അനുകൂലിച്ച് 16 എംപിമാർ നിലപാടെടുത്തപ്പോൾ 10 പേർ എതിർത്തു. ചെയർമാൻ ചർച്ചയ്ക്ക് തയ്യാറാകാതെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഭരണപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ചെയർമാൻ ജഗദാംബിക പാൽ വ്യക്തമാക്കി. വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ ഭരണകക്ഷി അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സമിതിയാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി. BJP നേതാവായ ജഗദാംബിക പാലായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ. 14 മാറ്റങ്ങളോടെയാണ് JPC വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത്. എന്നാൽ ഉന്നയിച്ച എല്ലാ മാറ്റങ്ങളും JPC തള്ളിക്കളഞ്ഞതായാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ആരോപണം. അതേസമയം സമിതി അംഗീകരിച്ച ഭേദഗതികൾ വഖഫ് നിയമം മികച്ചതും ഫലപ്രദമാക്കുമെന്നും കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ പറഞ്ഞു. JPC की बैठक थी, जो सरकार के वक्फ बिल था और उसमें जो अमेंडमेंट थे उसके जो 44 क्लॉजेज हैं, उस क्लॉजेज में क्लॉज बाई क्लॉज पे आज हमने सभी सांसदों से संशोधन प्रस्ताव 25 तारीख तक मांगे थे. JPC യോഗത്തിനിടെ പ്രതിപക്ഷ എംപിമാർ യോഗത്തിന്റെ നടപടികളെ തള്ളിപ്പറയുകയും ഭേദഗതി ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുകയാണെന്നും ആരോപിച്ചു. NDA അംഗങ്ങൾ നിർദ്ദേശിച്ച എല്ലാ ഭേദഗതികളും പാർലമെന്ററി കമ്മിറ്റി അംഗീകരിച്ചതിനാൽ വഖഫ് ഭേദഗതി ബിൽ ബജറ്റ് സമ്മേളനത്തിൽ വീണ്ടും അവതരിപ്പിക്കാൻ കേന്ദ്രത്തിന് സാധിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV.